തൊഴിലിതരായ യുവാക്കളെ ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉദയം ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ അംഗമായ CJP ഒട്ടേറെ യുവാക്കളാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. BJPയേക്കാൾ ഫോളോവേഴ്സിനെ നേടിയ CJPയുടെ അക്കൗണ്ട് പലതവണ എക്സ് മരവിപ്പിച്ച് നോക്കി. CJPയെക്കുറിച്ച് നമുക്കറിയണ്ടേ? കോക്രോച്ച് ജനതാ പാർട്ടി. കൃഷ്ണ ചെറിയാൻ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് കൃഷ്ണ കോക്രോച്ച് അല്ലെന്ന് കരുതുന്നു ഞാൻ കോക്രോച്ച് അല്ലെന്ന് പറയാം SKN. പക്ഷേ നമുക്ക് പലപ്പോഴും സിസ്റ്റത്തിൽ ഒരു പിഴവുണ്ടെങ്കിൽ സിസ്റ്റം ശരിയല്ല സർ എന്ന് പറയാൻ ഓരോ കാലഘട്ടത്തും ഓരോ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഐഡിയോളജീസ് അല്ലെങ്കിൽ ചിന്താധാരകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ചതാണ്. പുതിയ കാലത്തിനനുസൃതമായത് മാറുന്നില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ഇവിടെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിലല്ല, ഇങ്ങനെ ഒരു സറ്റീറിക്കൽ പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയ മൂവ്മെന്റിലേക്ക് ഒരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സമൂഹ മാധ്യമ മൂവ്മെന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ CJP കോക്രോച്ച് ജനതാ പാർട്ടി അതിലേക്ക് നയിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തിയത്, നമ്മുടെ രാജ്യത്ത് കാക്കപ്പൂക്കളെ പോലെ ചില യുവാക്കളുണ്ട്, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല, തൊഴിലിൽ അവർക്ക് ഔന്നത്യത്തിൽ എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയിലൊക്കെ ഇവർ വെറും പാറ്റകളെ പോലെ, അവരിൽ ചിലർ ഈ സോഷ്യൽ മീഡിയ അവരിൽ ആക്ടിവിസ്റ്റായി മാറുന്നു, ചിലർ മാധ്യമപ്രവർത്തകരായി മാറുന്നു, ചിലർ ഒരു രാഷ്ട്രീയവുമില്ലാതെ പൊതു അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ യുവാക്കളെ ഉപമിച്ച ഒരു പരാമർശം, ആ പരാമർശത്തെ ഒരു അപമാനമായി കാണുന്ന കോടിക്കണക്കിന് യുവാക്കൾ അവരൊരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മൂവ്മെന്റിന്റെ പിന്നിൽ ആര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന യുവാവാണ്. എനിക്ക് പിന്നിൽ അഭിജിത്തിന്റെ അക്കൗണ്ട് കാണാം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണാം. അപ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വിദ്യാർത്ഥി ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഇദ്ദേഹത്തിന് നേരത്തെ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ ഒന്നടങ്കം ഒന്നിനും കൊള്ളാത്തവരായി അരാഷ്ട്രീയവാദികളായി ഒക്കെ ചിത്രീകരിക്കുന്നതിന്റെ ഒരു പ്രതിഷേധമായി സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച CJP എന്ന് പറയുന്ന ആ മൂവ്മെന്റ് 24 മണിക്കൂറിനുള്ളിൽ 15,000 ഫോളോവേഴ്സ് ആകുന്നു. അതിനുശേഷം 13 മില്യൺ ഫോളോവേഴ്സ് ആകുന്നു. നമ്മളെ ഭരിക്കുന്ന പാർട്ടിയായ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ്, 8.7 മില്യൺ ഫോളോവേഴ്സ്, 87 ലക്ഷം ഫോളോവേഴ്സ് ആണ് BJPക്കുള്ളത്. എന്നാൽ ഇവിടെ 13 മില്യൺ ഫോളോവേഴ്സ് ആകുമ്പോൾ ഈ അക്കൗണ്ട് അവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ഈ അഭിജിത്ത് ദീപ്കയുടെ ലാസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത്, ഞങ്ങൾ പാർട്ടികൾ തിരിച്ചു വന്നിരിക്കുന്നു, ഞങ്ങളെ ഒഴിവാക്കാനാകുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹഹഹ. അപ്പോൾ ഈ ഹഹഹ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോട്, മുഖ്യധാര രാഷ്ട്രീയത്തോടുള്ള തന്നെ ഒരു ഹഹഹയാണ്. ഈ ഹഹഹ വെറും ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആയിരിക്കുമോ? ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന ഒരു മുദ്രാവാക്യവുമായി, ലേസി ക്രേസി യങ് എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി വരുന്ന ഇവർ എങ്ങോട്ട് പോകും എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് കൂടുതൽ പറയാൻ ഇഷ മറിയം ഹാരിസ് നമുക്കൊപ്പം ചേർന്ന്. ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്ത എൻകൗണ്ടറിൽ ഇഷ പങ്കെടുത്തിരുന്നു. ഗുഡ് മോർണിംഗ് ഇഷ മറിയം, ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് ഇഷയ്ക്ക് പറയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിത് ഓർഗാനിക്കലി ഒരു സെറ്റാരിക്കൽ മൂവ്മെന്റ്, ലൈക് സെറ്റാറായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ അതൊരു സീരിയസ് മൂവ്മെന്റ് ആണ്. ഇത് നമ്മൾ അങ്ങനെ ഒരുപാട് സെൻട്രലൈസ്ഡ് അല്ല. നമ്മള് യൂത്തിന്റെ പ്രശ്നങ്ങളെ യൂത്ത് തന്നെ മുന്നോട്ട് വെക്കുന്നു ഉള്ളതായിരുന്നു ആശയം. പക്ഷെ ഇപ്പോ യൂത്തിന്റെ പ്രശ്നങ്ങളല്ലാതെ മറ്റു പല ഇതിന്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാം കമ്മ്യൂണിറ്റീസിലെല്ലാം അങ്ങനെ ഇതുണ്ട്. നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ യുവജനങ്ങൾ മുന്നോട്ട് വെക്കണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.